പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവിക ദൂത് കർത്താവിൻ്റെ വചനം നമ്മെ പരീക്ഷിക്കും എന്നുള്ളതത്രേ. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. എന്താണ്? കർത്താവിൻ്റെ വചനം നമ്മെ പരീക്ഷിക്കും. 105-ാം സങ്കീർത്തനത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ. അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പൂർവ്വ പിതാവായ ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്ന ജീവിതമാണ് പൂർവ്വ പിതാവായ ജോസഫിൻ്റെ ജീവിതം. പ്രൈസ് ദ ലോർഡ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ദൈവകൃപയുണ്ടായിരുന്ന പൈതലാണ് ജോസഫ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ജോസഫ്. ദൈവകൃപയുണ്ടായിരുന്ന പൈതലാണ്, ദൈവഭയം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, വിശുദ്ധി ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ദൈവത്തിൻ്റെ പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പൂർവ്വപിതാവായ ജോസഫ്. എന്നാൽ
ആ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്വസഹോദരങ്ങൾ അദ്ദേഹത്തെ കഠിനമായി വെറുത്ത്, അദ്ദേഹം പൊട്ടക്കിണറ്റിൽ തള്ളിയിടപ്പെട്ട് അവിടെ നിന്ന് വിദേശീയർക്ക് വിറ്റു. ഈജിപ്തിൽ പൊത്തീഫർ എന്ന് പറയുന്ന ഒരു സേനാനായകൻ്റെ വീട്ടിൽ അടിമ വേലയ്ക്ക് വിൽക്കപ്പെട്ടു. അങ്ങനെ വെള്ളിക്കാശിന് വിൽക്കപ്പെട്ട, സ്വന്തം സഹോദരങ്ങൾ വെള്ളിക്കാശിന് വിറ്റ വ്യക്തിയാണ് ജോസഫ്. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫിൻ്റെ ഉള്ളിൽ ദൈവവചനം ഉണ്ടായിരുന്നത് കൊണ്ട് പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ, പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ദൈവവചനം ജോസഫിന് ദൈവിക പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി കൊടുത്ത്, പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപം ചെയ്യാൻ വേണ്ടി കടന്നു പിടിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോൾ ജോസഫ് തൻ്റെ മേലങ്കി പോലും ഉപേക്ഷിച്ച് അവൻ ഓടി രക്ഷപ്പെട്ടു. അവൻ പാപത്തോട് കോംപ്രമൈസ് ചെയ്തില്ല, സാരയില്ല എന്ന് വിചാരിച്ചില്ല, മയമുള്ള മനോഭാവം എടുത്തില്ല. അവൻ ഒരു കോംപ്രമൈസും ഇല്ലാത്ത വളരെ കഠിനമായ ഒരു നിലപാടെടുത്തു. മരിച്ചാലും ശരി, ഞാൻ പാപം ചെയ്യുകയില്ല. അവൻ പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെ തുടർന്ന് പാപത്തിന് സമ്മതിക്കാതിരുന്ന ജോസഫിൻ്റെ ഈ പ്രകൃതി നിമിത്തം പാപത്തോട് മയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ജോസഫ് എടുത്തത് കൊണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് കഠിനമായ ശാരീരിക പ്രയാസങ്ങളുടെ ക്ലേശത്തിൻ്റെ നാളുകളുണ്ടായി. അവൻ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. അവൻ സൂര്യപ്രകാശം പോലും ദിനരാത്രങ്ങളോളം കാണാൻ പറ്റാത്ത വിധം അവൻ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. അവിടെ 10-13 വർഷക്കാലം അവൻ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നു. അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി, അവൻ്റെ കൈകളിലും കാലുകളിലും ചങ്ങല കൊണ്ട് മുറിഞ്ഞ്. നമ്മൾ ഈ പോത്തിൻ്റെയോ എരുമയുടെയോ പശുവിൻ്റെയോ കഴുത്തിൽ കുറേ നാൾ കയറിട്ട് ഇങ്ങനെ കെട്ടി വലിച്ചാൽ അവിടെ പുണ്ണ് രൂപപ്പെടുന്ന കണ്ടല്ലേ? ഏതാണ്ട് അതുപോലെ ജോസഫിൻ്റെ കഴുത്തിൽ വലിയ വലിയ പുണ്ണുണ്ടായി. ഇരുമ്പ് പട്ട ഇട്ട് വലിച്ച്, ഇരുമ്പ് പട്ട ഇട്ട് കെട്ടിയത് കൊണ്ട് ജോസഫിൻ്റെ കഴുത്തിൽ വലിയ പുണ്ണുണ്ടായി. അവൻ്റെ കൈകളും കാലുകളും ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് പൂട്ടിയത് കൊണ്ട് പുണ്ണ് കൊണ്ട് നിറഞ്ഞ്, അങ്ങനെ ജോസഫ് അവൻ്റെ ശരീരം മുറിഞ്ഞ് അവൻ വേദന സഹിക്കുന്ന ഒരു രംഗം ഉണ്ട്. അതാണ് 105-ാം സങ്കീർത്തനത്തിൽ 18-19 വാക്യങ്ങൾ. അവൻ്റെ കാലുകൾ മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഉറക്കെ പറയാം, ഹല്ലേലൂയ. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്തെല്ലാം ജോസഫിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ പിന്മാറ്റത്തിലേക്കുള്ള ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനിങ്ങനെ കർത്താവിൻ്റെ വഴിയെ പോകണം? കർത്താവിൻ്റെ വഴിക്ക് ദൈവകൃപയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് തുടക്കം തൊട്ട് ഇപ്പം വരെ കഷ്ടപ്പാടല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ടുണ്ടോ? എന്നും വേദന, എന്നും കഷ്ടപ്പാട്, എന്നും ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വർഷക്കാലങ്ങളൊക്കെയും ജോസഫ് പിന്മാറ്റത്തിലേക്കുള്ള ഒരു കഠിന പരീക്ഷണത്തെ നേരിടുന്ന സമയമായിരുന്നിരിക്കണം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ആരെല്ലാം ദൈവവചനം സ്വീകരിക്കുന്നുവോ, ആരെല്ലാം ദൈവകൃപ സ്വീകരിക്കുന്നുവോ, ആരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുവോ, അവർക്കെല്ലാം മരിക്കുന്നതിന് മുമ്പ് കഠിനമായ പരീക്ഷണങ്ങളെ നേരിട്ട് വിശ്വസ്തത തെളിയിക്കേണ്ട രംഗങ്ങൾ കർത്താവ് ദാനമായി നൽകും. പ്രൈസ് ദി ലോർഡ്, ഉറക്കെ പറ, ഹല്ലേലൂയ. ഇത് മണ്ണുണ്ണികൾക്ക് പറ്റിയൊരു ജീവിതമല്ല. ഇത് പേടിത്തൊണ്ടന്മാർക്കും ഭീരുക്കൾക്കുള്ള ജീവിതമല്ല. ഇത് കർത്താവിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്നവർക്കുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉറച്ച നിലപാടുകൾക്കുള്ളവർക്ക് മാത്രമുള്ള ജീവിതമാണ്. എല്ലാ പേടിത്തൊണ്ടന്മാർക്കും, എല്ലാ ഭീരുക്കൾക്കും, എല്ലാ മണ്ണുണ്ണികൾക്കും പറ്റിയ ജീവിതമാണ് ഈ ജീവിതം എന്ന് ആരും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്വീകരിക്കുന്ന വചനങ്ങൾ ഓരോന്നും നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ആ വചനത്തിന് പറ്റിയ പാത്രമാണോ, ആ വചനത്തിന് പറ്റിയ ഹൃദയമാണോ, ആ വചനത്തിന് പറ്റിയ ആളാണോ നിങ്ങളെന്ന്, ആ വചനങ്ങൾ, ഏതൊക്കെ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുവോ, സ്വീകരിക്കുന്ന സകല വചനങ്ങളും നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ജോബ് തീഷ്ണതയോടുകൂടെ കർത്താവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനമെടുത്ത വ്യക്തിയാണ് ജോബ്. ആ വഴിയിലൂടെ നടന്ന് ഏറെക്കാലം മുന്നേറി കഴിഞ്ഞപ്പോൾ ജോബിൻ്റെ ജീവിതത്തിൽ കഠിനമായ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. ജോബ് ഏതെല്ലാം വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ ആ വചനങ്ങളെല്ലാം ജോബിനെ പരീക്ഷിക്കാൻ തുടങ്ങി. ഈ ജോബ് വിശ്വസ്തനാണോ? വിശ്വസ്തത തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ ദൈവം ജോബിന് കൊടുത്തു.
അപ്പോൾ ജോബിൻ്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബത്തിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു, സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, സുഖലോലത നഷ്ടപ്പെട്ടു, ക്ലേശങ്ങളുണ്ടായി, ദുരിതങ്ങളുണ്ടായി, പ്രതികൂലങ്ങളുണ്ടായി. ഓരോ തരത്തിലുള്ള കഷ്ടതകൾ ജോബിനെ വലയം ചെയ്ത് അപ്പോഴെല്ലാം ജോബിൻ്റെ ഉള്ളിലുള്ള വചനം ജോബിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ പരീക്ഷണം ജോബ് നേരിടുന്ന രംഗം ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിലുണ്ട്. ജോബ് ചാരത്തിൽ ഇരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ ശിരസ് മുതൽ പാദം വരെ തൊലിയുള്ള സ്ഥലത്തെല്ലാം വ്രണങ്ങൾ. അങ്ങനെ അവൻ വ്രണം കൊണ്ട് പൊതിഞ്ഞ് ശരീരം മൊത്തം വ്രണത ബാധിതനായി അവൻ അങ്ങനെ പഴുപ്പും ചലവും വ്രണവും പുഴുവും കീടങ്ങളുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് അവൻ ഓട്ട് കഷ്ണം എടുത്ത് ചാരത്തിലിരുന്ന് ശരീരം മൊത്തം ചിരണ്ടിക്കൊണ്ടിരുന്നു. അതുപോലെ കഷ്ടത സഹിക്കുമ്പോൾ ജോബിൻ്റെ ഭാര്യ ജോബിൻ്റെ അടുത്തേക്ക് വന്നു. ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറഞ്ഞ്, ഇനിയെങ്കിലും ഈ ദൈവത്തെ ശപിച്ച് വലിച്ചെറിഞ്ഞുകൂടെ? അതാണ് ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ അവന്റെ ഭാര്യ അടുത്ത് വന്ന് പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ നീ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നേരിടാൻ നിങ്ങൾ ഞാൻ ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ ഏതെല്ലാം വചനം സ്വീകരിക്കുന്നുവോ, നിങ്ങൾ ഏത് ആത്മാവിനെ സ്വീകരിക്കുന്നുവോ, നിങ്ങൾ ഏത് അഭിഷേകം സ്വീകരിക്കുന്നുവോ, ആ അഭിഷേകത്തിന് യോഗ്യരാണോ നിങ്ങളെന്ന് ആ അഭിഷേകം നിങ്ങളെ പരീക്ഷിച്ച് നോക്കും. ആ വചനം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ വിശ്വസ്തത തെളിയോളം ആ വചനം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയിച്ച് ജോബ് ജീവിച്ചത് കൊണ്ട് ജോബിന്റെ ജീവിതത്തിൽ ഇതാ കഠിനമായൊരു അഗ്നി പരീക്ഷണം നേരിടുകയാണ്. രോഗം വന്നു, മക്കൾ മരിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഒക്കെ സഹിക്കാം. എന്നാൽ പ്രാണപ്രിയ തൻ്റെ പ്രിയ ഭാര്യ, തൻ്റെ ജീവിതത്തിൽ താൻ സ്നേഹിച്ചിരുന്ന ഭാര്യ ഒരു കഠിനമായ ഒരു പ്രതികൂലത്തിന് ഒരു വലിയ ഞെരുക്കത്തിന് നടുവിൽ വന്ന് ജോബിന്റെ അടുത്ത് വന്ന് പറയാണ്, ഇനിയും നിങ്ങൾ ദൈവത്തെ വിളിച്ചിരിക്കുകയാണോ? ഇനിയും നിങ്ങൾ ദൈവഭക്തി ഉറച്ചു നിൽക്കുകയാണോ? നിങ്ങൾ ഈ ദൈവത്തെ ശപിച്ച് തള്ളിയിട്ട് പോയി മരിക്കുക. ഭാര്യ കൊടുക്കുന്ന ഉപദേശം. ഹല്ലേലൂയ. തോമസ് മൂറിനെ ജയിലിലിട്ട് ഒരുപാട് പീഡിപ്പിച്ച് അങ്ങനെ തോമസ് മൂറിനെ കൊല്ലുന്നതിൻ്റെ തലേ രാത്രി ഭാര്യയും മക്കളും തോമസ് മൂറിനെ കാണാൻ വേണ്ടി ഹെൻറി 8-ാമൻ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം തോമസ് മൂറിൻ്റെ അടുത്ത് ചെന്നു. തോമസ് മൂറിൻ്റെ അടുത്ത് ചെന്നിട്ട് തോമസ് മൂറിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു മരിക്കണം? ഈ രാജ്യത്തിൽ നല്ല ബുദ്ധിയുള്ള ആളുകളെ നോക്ക്, അവരാരെങ്കിലും മരിച്ചിട്ടുണ്ടോ? നിങ്ങൾ മാത്രം ഒരു വിഡ്ഢിയായി എന്തിനു മരിക്കണം? നിങ്ങൾ ഇന്ന് കത്തോലിക്ക സഭ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ഇന്ന് ഹെൻറി 8-ാമൻ രാജാവിനെ ഏറ്റുപറയാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വലിയ പദവികളും വലിയ സ്ഥാനങ്ങളും കിട്ടും. ഞങ്ങളെ ഓർത്തെങ്കിലും ദൈവത്തെ ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കുക, നമുക്ക് സുഖമായി കുറെ കാലം ഈ ഭൂമി ജീവിക്കാം. വിശുദ്ധ തോമസ് മൂറിന്റെ ഭാര്യയും മക്കളും ചെന്ന് തോമസ് മൂറിനെ ലണ്ടൻ ടവറിൽ കൊണ്ടുപോയി കഴുത്ത് വെട്ടി കൊല്ലുന്നതിന് തലേ ദിവസം ചെന്ന് നിർബന്ധിച്ച് പറഞ്ഞ് തോമസ് മൂർ പറഞ്ഞ്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള യുഗങ്ങളോളമുള്ള ജീവിതത്തെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജീവിതമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തെയാണ് ഞാൻ വിലമതിക്കുന്നത്. അതിനുള്ള വില ഈ ഭൂമിയിൽ അദ്ദേഹം കൊടുത്ത്. ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ വചനങ്ങളും അദ്ദേഹത്തെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ജെറമിയ വേദനയുടെ നടുവിൽ വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. ജെറമിയയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വചനത്തിൽ ജെറമിയ വെളിപ്പെടുത്തുന്നത്: കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഇനി ഞാൻ ചിന്തിക്കില്ല, അവിടുത്തെ നാമത്തെ പറ്റി ഇനി ഞാൻ സംസാരിക്കില്ല. ഇതാണ് ജെറമിയയുടെ വേദനയുടെ നടുവിൽ ജെറമിയ നിലവിളിക്കുന്നത്. ജെറമിയ 100% കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു. 100% ദൈവമേ എന്ന് മാത്രം വിചാരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. കർത്താവ് പറഞ്ഞതെല്ലാം 100% പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ്. 100% ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്ത് 100% ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തൊരു വ്യക്തിയാണ്. കോംപ്രമൈസ് ഇല്ലാത്ത ആറ്റിറ്റ്യൂഡ് എടുത്തൊരു വ്യക്തിയാണ് ജെറമിയ. ആ ജെറമിയയുടെ ജീവിതത്തിൽ
ജെറമ്യ കൃത്യമായി വചനത്തെ സ്വീകരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്തപ്പോൾ ആ വചനങ്ങൾ ജെറമ്യായെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ആ കഠിന വേദനയുടെ നടുവിൽ ജെറമ്യ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോയി, ഇങ്ങനെ വേവലാതിക്കടയിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, കർത്താവിൻ്റെ വചനം എനിക്ക് ഇടപെടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഇനി ഞാൻ ചിന്തിക്കില്ല, അവിടുത്തെ നാമത്തെ പറ്റി മേലിൽ ഞാൻ സംസാരിക്കില്ല. ജെറമ്യയുടെ വേദനയാണത്. ഹല്ലേലൂയ. പക്ഷേ ജെറമ്യ പൂർണ്ണമായും ദൈവത്തിന് അടിയറ വെച്ചിരുന്നത് കൊണ്ട്, ദൈവം പൂർണ്ണമായും ജെറമ്യയിൽ ഗ്രസിച്ചിരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ വിഷമവും വേദനയും സങ്കടവും പരിഭവമൊക്കെ ഉണ്ടായാലും അടുത്ത ക്ഷണത്തിൽ ജെറമ്യ ദൈവത്തിന് വേണ്ടി ഒരു പുലിക്കുട്ടിയെ പോലെ ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. ജെറമ്യ പറയുക 9-ാമത്തെ വാക്യം, എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അത് അടക്കാൻ ഞാൻ ശ്രമിച്ച് തളർന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ക്ഷണത്തിൽ ജെറമ്യ വീണ്ടും എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനത്തെ ഘോഷിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിക്കാൻ വേണ്ടി നടന്നു പോകുന്ന കാഴ്ചയാണ് ജെറമ്യയിൽ നാം കാണുന്നത്. ഈ ജെറമ്യ പ്രവാചകൻ ഇതുപോലെ ദൈവത്തോട് 100% വിശ്വസ്തത പുലർത്തി അടുത്ത നിമിഷം എഴുന്നേറ്റ് വീണ്ടും പോയി ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിച്ച്, അങ്ങനെ സ്വന്തം ജനങ്ങൾ ജെറമ്യയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വരെ ജെറമ്യ ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിച്ച് ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെ നിലകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും ഒരു ക്ഷണം ജെറമ്യയുടെ ഹൃദയം പിന്മാറ്റം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ജെറമ്യ പിന്മാറി പോണെന്ന് പിന്നെ ചിന്തിച്ചിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിയുന്ന എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തെ വിട്ടുപേക്ഷിച്ച് പോകണമെന്നൊരു പ്രലോഭനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ള എല്ലാവരുടെ ഉള്ളിൽ വിശ്വാസം ഉപേക്ഷിക്കണമെന്നൊരു പ്രലോഭനം ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ പ്രാർത്ഥന നിർത്തി മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ജീവചരിത്രം ഞാൻ വായിച്ചു നോക്കി. അദ്ദേഹം വൈദികനായി അതിനുശേഷം പതുക്കെ ഓരോ കാര്യങ്ങളിൽ ദൈവകൃപയുടെ ശുശ്രൂഷകളൊക്കെ മുഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിൽ കഠിനമായൊരു പ്രലോഭനം അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? ഞാൻ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ പോരെ? ഞാൻ മാത്രം എന്തിനിങ്ങനെ ഉപവാസം എടുക്കണം? ഞാൻ മാത്രം എന്തിനിങ്ങനെ ജീവിക്കണം? ഞാനും മറ്റുള്ളവർ ജീവിക്കണ പോലെ നന്നായി സുഖലോലഭനായി ജീവിക്കും. എനിക്കും ഈ ലോകത്തിന്റെ കുറച്ചൊക്കെ സുഖങ്ങൾ വേണം. ഇങ്ങനെ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഹൃദയത്തിൽ കടന്ന് ഉത്കടമായ ഒരു പിന്മാറ്റത്തിനുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ചെയ്തത് എന്താണെന്ന് അറിയോ? വിശുദ്ധ വിൻസെന്റ് ഡി പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ദൈവവചനങ്ങൾ ഒരു കടലാസിൽ എഴുതി അദ്ദേഹത്തിന്റെ ചങ്കോട് ചേർത്ത് വെച്ച് അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആ പ്രലോഭനത്തെ അദ്ദേഹം അതിജീവിച്ച്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് ആത്മീയക്കാരനാണോ? നിങ്ങളൊന്നൊരു പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളൊന്ന് വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളൊന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ പിന്മാറ്റത്തിലേക്കുള്ള ഒരു വിളിയെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ സ്വീകരിച്ച വചനങ്ങൾ നിങ്ങളെ പരീക്ഷിക്കും. അത് നിങ്ങളെ എന്നേക്കുമായി തള്ളിക്കളയാൻ വേണ്ടിയല്ല, പിന്നെയോ നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരുപക്ഷെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭാര്യ, ഒരുപക്ഷെ വളരെ താലോലിച്ച് വളരെ മക്കൾ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ആറ്റുനൂറ്റി വളർത്തിയിരുന്ന മാതാപിതാക്കന്മാർ, അവർ തന്നെ നിങ്ങളോട് പറയും, ഇതൊക്കെ ഉപേക്ഷിക്ക്, പ്രാർത്ഥന ഉപേക്ഷിക്ക്, ഈ വഴികൾ ഉപേക്ഷിക്ക്. ഇതുകൊണ്ട് എന്ത് കാര്യം? മറ്റുള്ളവരെ നോക്കിക്കേ, അവരെ നോക്കിക്കേ, ഇവരെ നോക്കിക്കേ, അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്കും ജീവിച്ചുകൂടാ? മകനെ മകളെ, നീ പാപത്തോട് മയമുള്ളൊരു മനസ്സെടുക്കരുത്. നീ ഈ ലോകത്തിന്റെ മനോഭാവത്തോട് ചേർന്നൊരു മനസ്സ് രൂപപ്പെടുത്താൻ വേണ്ടി നിന്റെ മനസ്സിനെ നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ദൈവത്തിന്റെ വചനം എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതിൽ ഉറച്ചു നിൽക്കാൻ നിന്റെ ഹൃദയത്തിൽ മുന്നേ കൂട്ടി തീരുമാനിക്കുന്നെങ്കിൽ നിനക്ക് ഭാഗ്യം, നിനക്ക് നന്മ. അതാണ് ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 38-39 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. എൻ്റെ നീതിമാൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ഉറച്ചു നിന്ന് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. എൻ്റെ നീതിമാൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനെ പ്രസാദിക്കില്ല. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആരൊക്കെ വിശുദ്ധ ജീവിതത്തിലേക്ക് വരുന്നോ അവർക്കെല്ലാം വിശുദ്ധ ജീവിതം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം ഉണ്ടാവും, പ്രേരണയുണ്ടാവും. നിങ്ങളൊരു 10, 20, 25 വർഷം വിശുദ്ധ ജീവിതം നയിച്ചിട്ട് അവസാനം നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, മക്കൾ പറഞ്ഞ പോലെ ജീവിക്കാം എന്ന് ചിന്തിച്ച് അങ്ങനെ ലോകത്തിന്റെ വഴിയെ പോയാൽ, എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും.
അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തൻ്റെ പാപനിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവർത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവർത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. എഴുന്നേറ്റ് നിൽക്കാം. ഒരു വലിയ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു വിളിയാണ് ക്രിസ്തീയ ജീവിതത്തിനുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. ഇത് ഭീരുക്കൾക്ക് പറ്റിയ വഴിയല്ല, ഇത് തോന്നിയാസികൾക്ക് പറ്റിയ വഴിയല്ല, ഇത് എല്ലാവർക്കും പറ്റിയ വഴിയല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉറച്ച നിലപാടുകൾ ഈ ജീവിതത്തിന് അനിവാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, പിന്മാറ്റത്തിലേക്കുള്ള കഠിനമായ പരീക്ഷണങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ യേശുവേ, യേശുവേ, നിലനിൽപ്പിന്റെ അഭിഷേകം തന്ന് കൈ പിടിച്ച് നടത്തണമേ. ജോബിനെ പോലെ, ജെറമിയായെ പോലെ, വിശുദ്ധ തോമസ് മൂറിനെ പോലെ, പൂർവ്വപിതാവായ ജോസഫിനെ പോലെ, വിശുദ്ധ വിൻസെന്റ് പോളിനെ പോലെ അവസാന ശ്വാസം വരെയും എന്റെ കർത്താവിനോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. വലിയൊരു അഭിഷേകം, വലിയൊരു അഭിഷേകം, പിന്മാറ്റത്തിന്റെ ആത്മാവിനെ ചവിട്ടി മതിക്കാനുള്ള അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിന് മേൽ പകരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഈ സമൂഹത്തിന് മേൽ ശക്തി വ്യാപരിക്കട്ടെ, ഈ സമൂഹത്തിന് മേൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, ഈ സമൂഹത്തിന് മേൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പിന്മാറ്റത്തിന്റെ അരുവികൾ നിർവീര്യമാകട്ടെ. പിന്മാറ്റത്തിലേക്ക് പരീക്ഷിക്കപ്പെടുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും ജീവിതത്തിൽ നിന്ന് പിന്മാറ്റത്തിന്റെ എല്ലാ മൂടുപടങ്ങളും അതിന്റെ സ്വാധീനങ്ങളും നിഷ്പ്രഭമാകട്ടെ. വിശ്വാസ ശക്തി കത്തിജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യുന്നതമായ ഉന്നതമായ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഈ ദൈവജനം ഒരാൾ പോലും പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ദുർബലരെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്ന കൈകളെയും ബലമില്ലാത്ത കാലുമുട്ടുകളെയും ഓ യേശുവേ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് ശക്തിപ്പെടുത്തണമേ. പ്രലോഭനങ്ങളെ നേരിടാനുള്ള അഭിഷേകം നൽകണമേ. പ്രലോഭനങ്ങൾ ഉണ്ടാകരുതെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഉള്ള പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഫലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഓ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ദൈവമക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ദൈവീക കാര്യങ്ങളെക്കുറിച്ച് മതിപ്പില്ലാത്ത എല്ലാ സ്വഭാവത്തെയും വിടുവിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നല്ലോ. എല്ലാ വഷളത്വവും മൂഢതയും അന്ധതയും ദൈവിക കാര്യങ്ങളുള്ള അജ്ഞതയും എല്ലാ തരത്തിലുള്ള ദൈവത്തോട് മല്ലടിക്കുന്ന മറുതലിക്കുന്ന പ്രകൃതങ്ങളും എല്ലാ തരത്തിലുള്ള എതിർ ചിന്തകളും വിമത ചിന്തകളും നിഷേധ ചിന്തകളും വിട്ടുമാറാൻ വേണ്ടി അത്ഭുതാഭിഷേകം എല്ലാ വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അത്ഭുതാഭിഷേകം, വിശ്വാസത്തിൻ്റെ കൃപ, യേശുവിനെ ഏറ്റുപറയാനുള്ള കൃപ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ, ദൈവത്തിൻ്റെ നന്മയോർത്ത് ആനന്ദിക്കാനുള്ള കൃപ, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കൃപ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള കൃപ എല്ലാ കുടുംബങ്ങളുടെ മേലും നൽകണമേ കർത്താവേ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളോർത്ത് നന്ദി പറയാൻ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ദൈവത്തോട് മതിപ്പുണ്ടാകട്ടെ, എല്ലാ വ്യക്തികളിലും ദൈവത്തോട് അടുപ്പമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഒരു നന്മ ഏറ്റു പറഞ്ഞതിനെക്കുറിച്ച് അഭിമാനം കൊള്ളട്ടെ കർത്താവേ. അതിന് തടസ്സം നിൽക്കുന്ന എതിർ ചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, ദുർബാധകൾ, ദുർചിന്തകൾ, ദുർബുദ്ധി, വികട ചിന്ത, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ, അനുസരണക്കേട്, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത, അന്ധത, എല്ലാ വഷളത്തരങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, അന്ധകാരത്തിൻ്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ അഭിഷേകത്താൽ നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളും പ്രകാശിക്കട്ടെ. ദുർഭൂതങ്ങൾ, ദുർബാധകൾ, അന്ധകാര ശക്തികൾ, പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. രോഗികൾ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്പർശനങ്ങൾ ദൈവമക്കൾക്ക് ഇപ്പോൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.